അടയ്ക്കാക്കുണ്ട് ചങ്ങണംകുന്നിൽ വീണ്ടും പുലിയിറങ്ങി. ചങ്ങണംകുന്നിലെ വീടുകൾക്കിടയിലാണ് കഴിഞ്ഞ ദിവസം പുലി പന്നിയെ ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. പുലിപ്പേടിയിൽ ജനങ്ങളുടെ സ്വൈര്യജീവിതം നശിച്ചിരിക്കുകയാണ്. അടക്കാക്കുണ്ട് ചങ്ങണംകുന്നിൽ വീണ്ടും പുലിയിറങ്ങി. ചങ്ങണംകുന്നിലെ വീടുകൾക്കിടയിലാണ് കഴിഞ്ഞ ദിവസം പുലി പന്നിയെ ഭക്ഷിച്ച നിലയിൽ കണ്ടത്. കാളിക്കാവ്, അടക്കാക്കുണ്ട്, പാറശ്ശേരി, ചങ്ങണംകുന്ന് പ്രദേശവാസികൾ ഏറെ നാളായി പുലിപ്പേടിയിലാണ് കഴിയുന്നത്. ഇതിനകം 50ഓളം വളർത്തുമൃഗങ്ങളും ഇവിടെ നിന്ന് കാണാതായിട്ടുണ്ട്. വീട്ടുമുറ്റത്ത് കെട്ടിയിട്ട വളർത്തുപട്ടികൾ, ആടുകൾ എന്നിവയാണ് നഷ്ടമായിട്ടുള്ളത്. കടുവയാണോ പുലിയാണോ എന്നതിലും ഉറപ്പില്ലാത്ത അവസ്ഥയാണ്. പുലിപ്പേടിയിൽ ജനങ്ങളുടെ സ്വൈര്യജീവിതം നശിച്ചിരിക്കുകയാണ്. പുലി ഞങ്ങൾക്ക് ഈ ആടാളായിട്ടും കന്നാളായിട്ടും നടക്കാൻ യാതൊരു കോലമല്ല. അതുകൊണ്ട് ഇതിൽ ഇറങ്ങി നടക്കാൻ ഭയങ്കര പേടിയാണ്. ഞങ്ങളെ കുട്ടികളായിട്ട് രാത്രി ഇറങ്ങാൻ പേടിയാണ്. അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഇവിടെ ഭയങ്കര ഉണ്ട്. എല്ലാ മൃഗങ്ങളുടെ ശല്യങ്ങളും ഇപ്പൊ ഇവിടെ കൂടി വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഇനിയിപ്പോ വെയിലേലും പോകണമെങ്കിലും ഇരിക്കണമെങ്കിൽ ഈ കുട്ടികൾക്ക് വന്ന് ഇറങ്ങണമെങ്കിലും അല്ലെങ്കിൽ ഇച്ചും ഈ ആടാളായിട്ട് ഇറങ്ങി നടക്കണമെങ്കിലും ഒക്കെ ഭയങ്കര പേടിയാണ്. ഒരു സംഗതി വശാലും പുറത്തിറങ്ങി നടക്കാൻ ഇപ്പൊ ധൈര്യമല്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. പുലിയാണോ കടുവയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. അതിരാവിലെ റബ്ബർ ടാപ്പിംഗിനായി തോട്ടത്തിലെത്തുന്ന തൊഴിലാളികൾ കടുത്ത ഭീഷണി നേരിടുന്നുണ്ട്. പുലിക്കു പുറമെ കാട്ടുപന്നികളുടെ ആക്രമണം വേറെയുമുണ്ട്. 2 വർഷമായി നിരന്തരം എത്തുന്ന പുലിയെ തുരത്തുന്നതിനുള്ള യാതൊരു നടപടിയും വനം വകുപ്പ് സ്വീകരിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. ഈ ചാനൽ ന്യൂസ്, മഞ്ചേരി. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.